Dears, welcome back to Race Education. ഓർഗാനിക്കിലെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് മുഴുവനായിട്ട് ഒരു ചെറിയ സമയം കൊണ്ട് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് +2 ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാം. അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഓർഗാനിക്കിലെ മുഴുവൻ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസും പറയാൻ പോവാണ്. ത്രൂ ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം, റെഡി ആയിട്ടിരിക്കുക. ഓക്കെ ആണ്, നമ്മൾ റിയാക്ഷൻസിലേക്ക് പോവാണ്. ഒരുപക്ഷെ ആൽക്കൈൽ ഹാലൈഡിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് സ്വാർട്സ് റിയാക്ഷൻ. ആൽക്കൈൽ ക്ലോറൈഡുകളെയും ആൽക്കൈൽ ബ്രോമൈഡുകളെയും ആൽക്കൈൽ ഫ്ലൂറൈഡുകളാക്കി മാറ്റുക. ഇവിടെ ആൽക്കൈൽ ക്ലോറൈഡ് ആണ്, ഇതിനെ ആൽക്കൈൽ ഫ്ലൂറൈഡ് ആക്കി മാറ്റി. ക്ലോറൈഡുകളെയും ബ്രോമൈഡുകളെയും ഫ്ലൂറൈഡ് ആക്കി മാറ്റാനുള്ള റിയാക്ഷൻ സിൽവർ ഫ്ലൂറൈഡ്. ഉപയോഗിക്കേണ്ട റിയേജന്റെ പേര് ഓർമ്മിക്കുക, സിൽവർ ഫ്ലൂറൈഡ്. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? സ്വാർട്സ് റിയാക്ഷൻ. ഒന്നാമത്തെ റിയാക്ഷൻ. രണ്ടാമത്തെ സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ്. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ക്ലോറോ ബെൻസീൻ ആക്കി മാറ്റുക എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ടു ക്ലോറോ ബെൻസീൻ? ഒന്നുമില്ല, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് കുപ്രസ് ക്ലോറൈഡും HCl വെക്കുക. കുപ്രസ് ക്ലോറൈഡും HCl ഗീവ്സ് ക്ലോറോ ബെൻസീൻ. ആ റിയാക്ഷൻ നമുക്ക് സാൻമേയേഴ്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണ്. മൂന്നാമത്തെ റിയാക്ഷൻ വുഡ്സ്പെറ്റിക് റിയാക്ഷൻ ആണ്. ഒരു അറൈൽ ഹാലൈഡ്, ഇതിന് വിളിക്കുന്ന പേരാണ് അറൈൽ ഹാലൈഡ്. ഒരു അറൈൽ ഹാലൈഡും ഒരു ആൽക്കൈൽ ഹാലൈഡും സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യാം. സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യാം. എന്ത് പോയി? NaCl പോയി. എന്ത് പോയി? NaCl. 2NaCl റിമൂവ് ചെയ്യുക. 2NaCl. ടൊളീൻ ഫോം ചെയ്ത ടൊളീൻ. ഹൗ വിൽ യു കൺവേർട്ട് ക്ലോറോ ബെൻസീൻ ടു ടൊളീൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ക്ലോറോ ബെൻസീനെ ടൊളീൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ക്ലോറോ ബെൻസീനെ ടൊളീൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാ എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ ഓർമ്മിക്കുക, ആ റിയാക്ഷൻ ഏതായിരിക്കും? വുഡ്സ്പെറ്റിക് റിയാക്ഷൻ ആയിരിക്കും. അറൈൽ ഹാലൈഡും ആൽക്കൈൽ ഹാലൈഡും സോഡിയവും ഡ്രൈ ഈതറും റിയാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത റിയാക്ഷൻ ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഒന്നുമില്ല, രണ്ട് അറൈൽ ഹാലൈഡുകൾ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യാം. രണ്ട് അറൈൽ ഹാലൈഡുകൾ, രണ്ട് ക്ലോറോ ബെൻസീൻ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. എന്ന് പോയി? NaCl. രണ്ട് NaCl റിമൂവ് ചെയ്തു. ബൈഫീനൈൽ കോമ്പൗണ്ട്, രണ്ട് ബെൻസീൻ നിങ്ങളുടെ കോമ്പൗണ്ട് ഫോം ചെയ്തു. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഫിറ്റിക് റിയാക്ഷൻ. നേരത്തെ പഠിച്ചത് വുഡ്സ്പെറ്റിക് ആണെങ്കിൽ ഈ പഠിക്കുന്നത് ഫിറ്റിക് ആണ്. രണ്ട് അറൈൽ ഹാലൈഡുകൾ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ എൻസൈം ടു എൻസൈംസ് ദാറ്റ് പ്രൊഡ്യൂസ് ബൈ ഈസ്റ്റ്. ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൊളാസസ് നിന്നും എത്തനോൾ പ്രിപ്പയർ ചെയ്യാം. മൊളാസസ്, മദർ ലിക്കർ ഓഫ് ഷുഗർ. മൊളാസസിനെ എത്തനോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ ഈസ്റ്റ് ആഡ് ചെയ്യും. വാറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് ആഡ് ചെയ്യാറില്ലേ? ഈസ്റ്റ് ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഈസ്റ്റ് രണ്ട് ടൈപ്പ് എൻസൈമിനെ പ്രൊവൈഡ് ചെയ്യും, ഇൻവെർട്ടേസും സൈമേസും. റെഡിയാണ്. ഇൻവെർട്ടേസ് ആൻഡ് സൈമേസ്. റെഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ? ഫീനോളിന്റെ തലവെട്ടാൻ വരുന്ന ആര്? ഫീനോളിന്റെ തലവെട്ടാൻ വരുന്നത് സിങ്ക് ആണ്. ഫീനോളിന്റെ തലവെട്ടാൻ വരുന്ന ആരാ? സിങ്ക് ആണ്. ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ അത് ബെൻസീനായി മാറി. ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ ആണെങ്കിൽ സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പിക്രിക് ആസിഡ്? ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ചാൽ രണ്ട് ഓർത്തോ പൊസിഷനിലും ഒരു പാരാ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ് വരും. 2,4,6 ട്രൈനൈട്രോഫീനോൾ ഫോം ചെയ്യും. ആ 2,4,6 ട്രൈനൈട്രോഫീനോളിനാ നമ്മൾ വിളിക്കുന്ന പേരാണടാ പിക്രിക് ആസിഡ്. റെഡിയാണ്. അടുത്തത് വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ആൽക്കൈൽ ഹാലൈഡിലേക്ക് സോഡിയം ആൽക്കോക്സൈഡ് വെച്ചാൽ NaCl പോവും. ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു സോഡിയം ആൽക്കോക്സൈഡും റിയാക്ട് ചെയ്യുക. ഇവിടുന്ന് Cl പോയി, ആൽക്കൈൽ ഹാലൈഡിന് Cl പോയി, സോഡിയം ആൽക്കോക്സൈഡിന് Naയും പോയി. അവർ ഈതറായി മാറി. ആ ഈതർ ഫോം ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണത് വില്യംസൺ സിന്തസിസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീമറ്റൈമൻ റിയാക്ഷൻ വളരെ എളുപ്പമാണ്. ഫീനോളിലേക്ക് ക്ലോറോഫോം വെക്കുക, NaOH വെക്കുക, അസിഡിഫൈ ചെയ്യാം. ഫീനോളിലേക്ക് ക്ലോറോഫോമും NaOHും ആസിഡ് ചേർന്നാൽ ഫീനോളിന്റെ ഓർത്തോ പൊസിഷനിൽ ഒരു CHO ഗ്രൂപ്പ് വരുന്നത് കാണാം, സാലിസിൽ ആൽഡിഹൈഡ് അല്ലേ? ഫീനോളിലേക്ക് ക്ലോറോഫോമും NaOHും H+ വെച്ചാൽ ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ ഫീനോളിന്റെ ഓർത്തോ പൊസിഷനിൽ ആര് വരും? ഒരു CHO ഗ്രൂപ്പ് വരും. ആരാ വരിക? CHO, സാലിസിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണത് റീമറ്റൈമൻ റിയാക്ഷൻ. ഇനി കോൾപ്സ് റിയാക്ഷൻ ആണ്. ഫീനോളിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ ഫീനോളിന്റെ ഓർത്തോ പൊസിഷനിൽ വീണ്ടും ആര് വരും? COOH. നേരത്തെ CHO ആണ് വന്നത്, ആയിരുന്നു വന്നത്. ഇപ്പൊ COOH വരും. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണിത് കോൾപ്സ് റിയാക്ഷൻ. ഇത് ഒഴിവാക്കല്ലേ? ഇത് നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. കോൾപ്സ് റിയാക്ഷൻ. ഫീനോളിലേക്ക് NaOH, കാർബൺ ഡൈ ഓക്സൈഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. അടുത്തത് എസ്റ്ററിഫിക്കേഷൻ ആണ്.
ആൽക്കോളും ആസിഡും റിയാക്ട് ചെയ്യുക. ആൽക്കോളും ആസിഡും റിയാക്ട് ചെയ്താൽ അതാ കാർബോക്സിലിക് ആസിഡ് നോയിച്ചു പോവും. കാർബോക്സിലിക് ആസിഡ് നോയിച്ചും ഗ്രൂപ്പും ആൽക്കോൾ നെച്ചും പോവും. ക്ലിയർ ആണ്. സാധാരണ കാർബോക്സിലിക് ആസിഡ് നെച്ചാറ് പോവാറ്. സാധാരണ റിയാക്ഷനിൽ കാർബോക്സിലിക് ആസിഡിന് എച്ച് ആണ് റിമൂവ് ചെയ്യാറ്. ഇവിടെ കാർബോക്സിലിക് ആസിഡ് നോയിച്ചു പോയി, ആൽക്കോൾ നെച്ച് പോയി, എസ്റ്റർ ഫോം ചെയ്തു. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. ക്ലിയർ ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ? ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. ഒന്നുമില്ല, ആൽക്കീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യാം. ആൽക്കീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നത് എന്ത് സംഭവിക്കുന്നതിനാൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത് അവിടത്തേക്ക് OH വരും, ഇവിടത്തേക്ക് H വരും. ഇതാണ് ഹൈഡ്രോബോറേഷൻ. ആൽക്കീനെ ഹൈഡ്രോളൈസ് ചെയ്യുക. ഡൈബോറൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ് അറിയുക. ഡൈബോറൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ബേസ്. വാട്ടർ ആഡ് ചെയ്യും, OH എവിടെ പോകും? ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത് അവിടത്തേക്ക് OH പോകും. ആന്റി മാർക്കോണിക്കോപെഡഷൻ. കിട്ടില്ലേ? ആന്റി മാർക്കോണിക്കോപെഡഷൻ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഫീനോളിലേക്ക് ബ്രാമിൻ വാട്ടർ വെച്ചാൽ ഫീനോളിന്റെ 2 ഓർത്തോ പൊസിഷനിലും 1 പാരാ പൊസിഷനിലും ബ്രാമിൻ വരും. ഉപയോഗിക്കുന്ന സോൾവെന്റ് വാട്ടർ ആയിരിക്കണം എന്ന് മാത്രം. ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്തായിരിക്കണം? വാട്ടർ ആയിരിക്കണം എന്ന് മാത്രം. 2,4,6 ട്രൈബ്രോമോ ഫീനോൾ ഫോം ചെയ്യും. ക്ലിയർ ആണ്. സോഡിയം ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീനിൽ SO3H വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് സോഡിയം ബെൻസീൻ സൾഫോണിക് ആസിഡ്. അതിനെ എങ്ങനെയാണ് ഫീനോൾ ആക്കി മാറ്റുക? സിമ്പിൾ ആണ്. ഇതിലേക്ക് എന്ത് വെച്ചാൽ മതി? NaOH ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. സോഡിയം ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീനിൽ ആര് വരിക? SO3H വരിക. SO3H സൾഫോണിക് ആസിഡ് ആണ്. അതിൽ NaOH അസിഡിഫിക്കേഷൻ എന്തായി മാറി? ഫീനോളായി മാറി. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അനിലിൻ എങ്ങനെയാണ് ഫീനോൾ കിട്ടുക? ഒന്നുമില്ല, അനിലിൻ എടുക്കും. അനിലിന് സോഡിയം നൈട്രേറ്റും HCl വെക്കുക. സോഡിയം നൈട്രേറ്റും HCl 0 to 5 degrees Celsius ഇങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബെൻസീൻ ഡയാസോണിയം സാൾട്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ. അപ്പൊ അനിലിൻ എടുക്കുന്നു, സോഡിയം നൈട്രേറ്റും HCl എടുക്കുന്നു, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഫോം ചെയ്തു. അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്തായി മാറി? ഫീനോളായി മാറി. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ എന്തായി മാറി? ഫീനോളായി മാറി. ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എത്തനോളിനെ എത്തനാളാക്കി മാറ്റി. എങ്ങനെയാണ് ഈ എത്തനോളിനെ മാറ്റാൻ? എത്തനോളിലേക്ക് ഒന്നുകിൽ ക്രോമിയം ട്രയോക്സൈഡ് അല്ലെങ്കിൽ പിരിഡീനിയം ക്ലോറോ ക്രോമേറ്റ് വെക്കണം. ഹൗ വിൽ യു കൺവേർട്ട് എത്തനോൾ ടു എത്തനാൾ? ക്വസ്റ്റ്യൻ ഉണ്ടാവും. എങ്ങനെയാണ് എത്തനോളിനെ എത്തനാളാക്കി മാറ്റുക എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് എത്തനോളിലേക്ക് എന്ത് ചെയ്യുക? പിരിഡീനിയം ക്ലോറോ ക്രോമേറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ CrO3 വെച്ചാൽ മതി. ക്ലിയർ ആണ്. വാട്ട് ഈസ് ആസ്പിരിൻ? അസൈലേറ്റഡ് സാലിസിലിക് ആസിഡ് ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സാലിസിലിക് ആസിഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോപ്പൊസിൽ COH വന്നാൽ COOH ഇതിനെ വിളിക്കുന്ന പേരാണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡിന് അസൈലേഷൻ നടത്തുക. അസൈലേറ്റഡ് സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റൈലേഷൻ നടത്തുക. HCl പോകും. അസൈലേറ്റഡ് സാലിസിലിക് ആസിഡ് ഓർ അസറ്റൈലേഷൻ, അസറ്റിക് അൺഹൈഡ്രേറ്റ് മതി, ഇങ്ങനെ കിട്ടും. അസറ്റൈലേറ്റഡ് സാലിസിലിക് ആസിഡ് ദാറ്റ് ഈസ് നോൺ ആസ് ആസ്പിരിൻ, യൂസ്ഡ് ആസ് അനാൽജസിക്സ് ആസ് വെൽ ആസ് ആന്റിപൈററ്റിക്സ്. ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും ബോഡി പെയിൻ കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണിത്. വാട്ട് ഈസ് കാനിസറോ റിയാക്ഷൻ? ആൽഫ ഹൈഡ്രജനുള്ള 2 ആൽഡിഹൈഡ് അത് ഫോർമാൽഡിഹൈഡ് ആവാം, HCHO. ആൽഫ ഹൈഡ്രജനുള്ള 2 ആൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് NaOH റിയാക്ട് ചെയ്യാം. കോൺസെൻട്രേറ്റഡ് NaOH റിയാക്ട് ചെയ്താൽ ഒരു CHO എന്തായി മാറും? ഒരു CHO COONA മാറി. അതായത് ഈ CHO എന്തായി മാറി? COONA മാറി. ഈ CHO എന്തായി മാറി? CH2OH ആയി മാറി. ഇതിനെ വിളിക്കുന്ന പേരാണിത് കാനിസറോ റിയാക്ഷൻ. CH3OH ആയി മാറി. ഇതിനെ വിളിക്കുന്ന പേരാണിത് കാനിസറോ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, അടുത്തത്. ഹൗ വിൽ യു കൺവേർട്ട് ദ ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്? ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ, മാറ്റാനുള്ള റിയാക്ഷൻ ആണ്. അതായത് COCl become CHO. COCl എന്തായി മാറി? CHO ആയി മാറി. പലേഡിയം ബേരിയം സൾഫേറ്റ്. ആ റിഡക്ഷനെ വിളിക്കുന്ന പേരാണ് റോസൻമട്സ് റിഡക്ഷൻ. എന്താ വിളിക്കുക? റോസൻമട്സ് റിഡക്ഷൻ. എന്ത് വെച്ചാൽ മതി? ആസിഡ് ക്ലോറൈഡിലേക്ക് പലേഡിയം ബേരിയം സൾഫേറ്റ് വെച്ച് റെഡ്യൂസ് ചെയ്യുക. COCl become CHO. റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗട്ടർ കോച്ച് റിയാക്ഷൻ ആണ്. ഗട്ടർമാൻ കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റി. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്? ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റാൻ കാർബൺ മോണോക്സൈഡും HCl AlCl3 കാർബൺ മോണോക്സൈഡും HCl AlCl3 CuCl വെച്ചാൽ ബെൻസാൽഡിഹൈഡായി മാറി. അതാണ് ഗട്ടർമാൻ കോച്ച്. അടുത്ത എഡ്വാർഡ്സ് റിയാക്ഷൻ.
ടൊളീനെ ബെൻസാൾഡിഹൈഡ് ആക്കാൻ എന്താ പറ ടൊളീൻ മിഥൈൽ ബെൻസീനെ വിളിക്കുന്ന പേരാണ് ടൊളീൻ. ടൊളീനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാൻ അതിൽ ക്രൊമൈൽ ക്ലോറൈഡ് അഥവാ CrO2Cl2 കാർബൺ ഡൈസൾഫൈഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. ടൊളീൻ മിഥൈൽ ബെൻസീനെ വിളിക്കുന്ന പേരാണ് ടൊളീൻ. ഈ CO3 എന്തായി മാറി CHO ആയി മാറി, CH3CHO ആയി മാറി. കൺട്രോൾഡ് ഓക്സിഡേഷൻ ആണ്. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എഡ്വാർഡ്സ് റിയാക്ഷൻ. അടുത്ത് സ്റ്റീഫൻസ് റിഡക്ഷൻ ആണ്. സയനൈഡ് എന്തായി മാറും, സയനൈഡ് CHO ആയി മാറി. റിയാക്ടന്റിനെ സയനൈഡ് എന്തായി മാറി, CHO ആൽഡിഹൈഡ് ആയി മാറി. സ്റ്റാൻഡേർഡ് ക്ലോറൈഡ് മെച്ചിയലും ആൽക്കൈൽ സയനൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുക. ആൽക്കൈൽ സയനൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുക സ്റ്റാൻഡേർഡ് ക്ലോറൈഡ് മെച്ചിയലും വെച്ച്. റിയാക്ടന്റിൽ എവിടെയാണോ CN ഉള്ളത് അത് CHO ആയി മാറും. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. CHO ബിക്കം CH3, CHO എന്തായി മാറി CH3 ആയി മാറി. അതാണ് ക്ലെമൻസൺ റിഡക്ഷൻ. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റുക. CHO എന്തായി മാറും CH3, CO എന്തായി മാറും CH2, CO ഗ്രൂപ്പ് CH2, CHO ബിക്കം CH3, സിങ്ക് അമാൽഗം HCl. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും എന്താക്കി മാറ്റുക, ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റുക. ആ റിഡക്ഷനെ വിളിക്കുന്ന പേരാണിത് ക്ലെമൻസൺ റിഡക്ഷൻ. ഉപയോഗിക്കുന്ന റിയേജന്റ് ഓർമ്മിക്കുക, സിങ്ക് അമാൽഗം HCl ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. ഇനി വോൾഫിഷർ റിഡക്ഷൻ ആണ്. സിമ്പിൾ. CO ഗ്രൂപ്പ് എന്തായി മാറി, CO ഗ്രൂപ്പ് ബിക്കം CH2. സിമ്പിളാ, ഷോർട്ടായിട്ട് പഠിക്കാം. എവിടെയാണോ റിയാക്ടറിൽ എവിടെയാണോ CO ഗ്രൂപ്പ് ഉള്ളത് അത് CH2 ആയി മാറും. ഉപയോഗിക്കുന്നത് ഹൈഡ്രസീൻ ആൻഡ് KOH. ഒന്നുമില്ല, ക്ലെമൻസൺ റിഡക്ഷൻ ആയാലും വോൾഫിഷർ റിഡക്ഷൻ ആയാലും ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. ആൽഡിഹൈഡ് ആണെങ്കിൽ CHO ബിക്കം CH3, കീറ്റോൺ ആണെങ്കിൽ CO ബിക്കം CH2. CO എന്തായി മാറി CH2 ആയി മാറി. കണ്ടില്ലേ, CO ബിക്കം CH2. ഉപയോഗിക്കുന്ന റിയേജന്റ് രണ്ടാണെന്ന് മാത്രം. സിങ്ക് അമാൽഗം HCl ഉപയോഗിച്ചാൽ ക്ലെമൻസൺ ആണെങ്കിൽ ഹൈഡ്രസീൻ KOH ഉപയോഗിച്ചാൽ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ ആണ്. റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കാർബിലമീൻ റിയാക്ഷൻ. പ്രൈമറി അമീൻ്റെ ടെസ്റ്റ് ആണ്. പ്രൈമറി അമീനിലേക്ക് ക്ലോറോഫോമും ആൽക്കോളിക് AHും ആഡ് ചെയ്യുക, ഒരു ഐസോസൈനൈഡ് ഫോം ചെയ്യും. ഐസോസൈനൈഡ് എന്ന് പറഞ്ഞാൽ ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസ് ആണ്. തന്നിരിക്കുന്ന കോമ്പൗണ്ട് പ്രൈമറി അമീൻ ആണെന്ന് അറിയാൻ വേണ്ടി ഗിവൺ കോമ്പൗണ്ട് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, ക്ലോറോഫോം എടുക്കുക, ആൽക്കോളിക് AH എടുക്കുക, സ്മെൽ ചെയ്ത് നോക്കുക. ഫൗൾ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ അത് പ്രൈമറി അമീൻ ആണ്. അവിടെ ഐസോസൈനൈഡ് ഫോം ചെയ്തു. ക്ലിയർ ആണ്. വാട്ട് ഈസ് ഡയസോട്ടൈസേഷൻ? ഒന്നുമില്ല, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് അനലിനിലേക്ക്, ബെൻസീനിൽ NH2 വന്നാൽ അനലിനിലേക്ക് സോഡിയം നൈട്രേറ്റും HCl വെക്കുക. 0 to 5 degrees Celsius കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഹൗ വിൽ യു കൺവേർട്ട് നൈട്രോ ബെൻസീൻ ടു അനിലിൻ? നൈട്രോ ബെൻസീൻ അനിലിനാക്കാൻ റെഡ്യൂസ് ചെയ്യുക. NO2 ബിക്കം NH2. NO2 എന്തായി മാറി NH2 ആയി മാറി. NO2 NH2 ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ടിൻ HCl അല്ലെങ്കിൽ അയൺ HCl. റെഡ്യൂസ് ചെയ്താൽ മതി. NO2 ബിക്കം NH2. ക്ലിയർ അല്ലേ? അടുത്തത് വാട്ട് ഈസ് കപ്ലിംഗ് റിയാക്ഷൻ? അതായത് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് ഫീനോൾ അല്ലെങ്കിൽ അനിലിൻ വെക്കുക. HCl അങ്ങ് പോവും. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് ഫീനോളോ അല്ലെങ്കിൽ അനിലിൻ, ഇവിടെ OHന്റെ പകരം NH2 ആയാൽ മതി. ഫീനോൾ അല്ലെങ്കിൽ അനിലിൻ വെച്ചാൽ അസോഡൈ, കളേർഡ് ഡൈ ഫോം ചെയ്യും. അസോഡൈ, ഇതിനെ വിളിക്കുന്ന പേരാണ് അസോഡൈ. കളേർഡ് ഡൈ ഫോം ചെയ്യും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കപ്ലിംഗ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രെഡൽകാപ്പ് റിയാക്ഷൻ. കാരണം അനിലിൻ എന്തുകൊണ്ട് ഫ്രെഡൽകാപ്പ് റിയാക്ഷന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അനിലിൻ ഫ്രെഡൽകാപ്പ് റിയേജന്റായി AlCl3 കമ്പൈൻ ചെയ്ത് സാൾട്ട് ഫോം ചെയ്യും. ഇങ്ങനെ പഠിച്ചാൽ മതി. അനിലിൻ ഫ്രെഡൽകാപ്പ് റിയേജന്റായി AlCl3 റിയാക്ട് ചെയ്ത് സാൾട്ട് ഫോം ചെയ്യും. സോ അനിലിൻ ഇതിന് പോകില്ല, ഫ്രെഡൽകാപ്പ് റിയാക്ഷന് പോകില്ല. ക്ലിയർ ആണ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ സിന്തസിസ് ഓഫ് ആരോമാറ്റിക് പ്രൈമറി അമീൻ. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ അറൈൽ ഹാലൈഡ് ഉപയോഗിച്ചാൽ അറൈൽ ഹാലൈഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫേവർ ചെയ്യാറില്ല. അറൈൽ ഹാലൈഡുകൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യില്ല, ഫേവർ ചെയ്യാറില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ പ്രൈമറി അറൈൽ അമീൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ പ്രൈമറി അമീൻ യൂസിംഗ് ക്ലോറോഫോം ആൻഡ് എത്തനോളിക് AH, ആൽക്കോളിക് AH. ഇറ്റ് ഈസ് ഐസോസൈനൈഡ് ടെസ്റ്റ് ഓർ കാർബൈലമീൻ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഐസോസൈനൈഡ് ടെസ്റ്റ് ഓർ കാർബൈലമീൻ റിയാക്ഷൻ. യെസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് റിയാക്ഷൻസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചിരിക്കുകയാണ്. നന്നായിട്ട് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഓർഗാനിക്കിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. മക്കൾക്ക് ഇനിയും റിയാക്ഷൻസ് വേണമെങ്കിൽ വീഡിയോ താൻ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ താൻ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ബൈ.